സെക്ഷനിൽ എന്താണ് ഇൻഡെക്സ് എന്ന് പഠിക്കുന്നു, പിന്നെ അതിൻ്റെ യൂസ് എന്താണ് പഠിക്കുന്നത്, പിന്നെ എന്തൊക്കെ തരത്തിലുള്ള ഇൻഡെക്സ് ഉണ്ട്, പിന്നെ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്, കാണിക്കേണ്ടത്, ഡ്രോപ്പ് ചെയ്യേണ്ടത്, ഇൻഡെക്സ് എങ്ങനെ ഒക്കെ ചെയ്യേണ്ടത് എന്നുള്ളതാണ് പിന്നെ നോക്കുന്നത്. ഇൻഡെക്സിംഗ് എന്താ വെച്ച് കഴിഞ്ഞാൽ അത് ഫാസ്റ്റ് വേ ഓഫ് റിട്രീവൽ ഓഫ് ഡാറ്റ എന്നാണ് അതിൻ്റെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇൻഡെക്സ് എന്ന് ചെയ്യുന്നത് നമ്മളൊരു ഡാറ്റ സ്ട്രക്ചർ ചെയ്യാണ്. അതായത് ഡാറ്റ പെട്ടെന്ന് ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വിത്തൗട്ട് സ്കാനിങ് ഓൾ ദ റോസ് ഇൻ ദ ടേബിൾ ഫോർ എ ഗിവൻ കോഡ്. അപ്പോൾ അതിൻ്റെ ഈ ഇൻഡെക്സസ് ഹെൽപ്പ് ചെയ്യുന്നതിന് നമുക്ക് ഡാറ്റ പെട്ടെന്ന് റിട്രീവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. പിന്നെ ഈ ഇൻഡെക്സസ് യൂസേഴ്സിന് വിസിബിൾ ആയിരിക്കുക. പിന്നെ ഇൻഡെക്സ് ചെയ്യുന്ന കാര്യമാണ് ക്വറി സ്പീഡപ്പ് ചെയ്യാറുണ്ട്. പിന്നെ ഇൻഡെക്സ് ഹെൽപ്പ് ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് ഒന്നോ അതിലധികമോ കോളം ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഇൻഡെക്സസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്കിപ്പോൾ എഫിഷ്യൻ്റായിട്ട് ഓർഡറിങ് ചെയ്യാനായിട്ട് എന്താ പറയുക റാപ്പിഡ് റാൻഡം ലുക്കപ്സ് പ്രൊവൈഡ് ചെയ്യുന്നു. രണ്ട് തരത്തിലുള്ള ഇൻഡെക്സുള്ളത്, ഒന്ന് പ്രൈമറി ഇൻഡെക്സും സെക്കൻഡറി ഇൻഡെക്സും. പ്രൈമറി ഇൻഡെക്സ് എന്ന് വെച്ചാൽ നമ്മൾ പ്രൈമറി കീ ഉപയോഗിച്ചിട്ട്, അതായത് അല്ലെങ്കിൽ യൂണിക് കീ ഉപയോഗിച്ചിട്ട് നമ്മളൊരു ടേബിൾ ഉണ്ടാക്കണം. സ്പെഷ്യൽ ഇൻഡെക്സിങ് ടേബിൾ ഉണ്ടാക്കുന്നത് പ്രൈമറി ഇൻഡെക്സ്. ഇതിനെ തന്നെ വിളിക്കുന്ന മറ്റൊരു ക്ലസ്റ്റേഡ് ഇൻഡെക്സ്. ഇത് പിന്നെ പ്രൈമറി ഇൻഡെക്സുകളല്ലാത്ത ഇൻഡെക്സുകളൊക്കെ നമ്മൾ സെക്കൻഡറി ഇൻഡെക്സ് എന്ന് പറയുന്നത് നോൺ ക്ലസ്റ്റേഡ് ഇൻഡെക്സ് ആയിരുന്നു. അപ്പോൾ ഇപ്പോൾ ഇൻഡെക്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്യുന്ന ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ഇൻഡെക്സ് ഉണ്ടാക്കാം, അല്ലെങ്കിൽ ടേബിൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് പിന്നീട് എപ്പോഴെങ്കിലും നമുക്ക് ഇൻഡെക്സ് ക്രിയേറ്റ് ചെയ്യാം. ഇപ്പോൾ ഇതിൽ നമ്മൾ ഫസ്റ്റ് എംപ്ലോയി എന്ന് പറഞ്ഞിട്ട് എംപ്ലോയി ഐ ഡി എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ഇൻഡെക്സ് ക്രിയേറ്റ് ചെയ്യുന്നു. പിന്നെ ഫോൺ നമ്പർ, EMP നെയിം, ഡിപ്പാർട്ട്മെൻറ്റ് നെയിം, അഡ്രസ്സ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ഒരു ഇൻഡെക്സ് ക്രിയേറ്റ് ചെയ്യണം, ഫോൺ നമ്പർ, EMP നെയിം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ എംപ്ലോയി ഐ ഡി എന്ന് പറയുന്ന ഇൻഡെക്സാണ് പ്രൈമറി ഇൻഡെക്സ്. പിന്നെ ഫോൺ നമ്പർ, EMP നെയിം എന്ന് പറയുന്നതാണ് സെക്കൻഡറി ഇൻഡെക്സ്. കാരണം നമ്മൾ വിചാരിക്കുകയാണ് കുറേ ഈ ഫോൺ നമ്പർ എംപ്ലോയീസ് നെയിമും വെച്ചിട്ട് ഒരുപാട് കുറീസ് വരുന്ന എക്സ്പെക്ട് ചെയ്തിട്ട് നമ്മൾ ഇങ്ങനെ ഒരു ഇൻഡെക്സ് ഉണ്ടാക്കിയിരുന്നു. ഏറ്റവും താഴെ നമ്മൾ ക്രിയേറ്റ് ഇൻഡെക്സ് എന്ന് പറയില്ല, അത് ഇൻഡെക്സ് നെയിമാണ്. പിന്നെ അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഫോർമാറ്റ് വെച്ചാൽ അതിന് ഇൻഡെക്സ്, അത് കഴിഞ്ഞിട്ട് ഓൺ കഴിഞ്ഞിട്ട് ഇൻഡെക്സ് നെയിം, പിന്നെ എത്ര കോളം വേണമെങ്കിൽ അങ്ങനെ. ഡ്രോപ്പ് ഷോ ഇൻഡെക്സ് ആണ് ഇതിൻ്റെ സിൻടാക്സ് ആണ് കാണിക്കുന്നത്. ഡ്രോപ്പ് ഇൻഡെക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾട്ടർ ടേബിൾ, ടേബിൾ നെയിം, ഡ്രോപ്പ് ഇൻഡെക്സ്, ഇൻഡെക്സ് നെയിം. റീനെയിം ഇൻഡെക്സ് സിൻടാക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾട്ടർ ടേബിൾ, ടേബിൾ നെയിം, റീനെയിം ഇൻഡെക്സ്, ഇൻഡെക്സ് നെയിം ടു ന്യൂ ഇൻഡെക്സ് നെയിം. അതുപോലെ ഷോ ഇൻഡെക്സ് സിൻടാക്സ് എന്ന് വെച്ചാൽ ഷോ ഇൻഡെക്സ് ഫ്രം ടേബിൾ നെയിം. ഇതാണ് ഇതിൻ്റെ സിൻടാക്സുകൾ. അപ്പോൾ സമ്മറി എങ്ങനെയാണെന്ന് വെച്ചാൽ